ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയാലും ഇന്ന്. അതിനായിട്ട് ഇതാ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കനം കുറഞ്ഞ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചവ്വരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 2, 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറുപയർ പരിപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചവ്വരിയൊക്കെ പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കുക്കറിലേക്ക് ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ ചവ്വരിയും മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചവ്വരി എടുത്ത കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ പരിപ്പും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ മധുരത്തിന് പാകത്തിന് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ ചവ്വരിയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നേരത്തെ വേവിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി വെന്തതാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതിപ്പോൾ നോക്കൂ പാകത്തിന് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടിലാണ് നമ്മളുടെ പായസം ഇരിക്കുന്നത്. ആ ഒരു ചൂടിൽ തന്നെ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വേവിക്കാൻ വേണ്ടി പാടില്ല. ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ദാ എല്ലാം കൂടെ നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂടായിട്ടുള്ള വെള്ളമോ ചേർത്തിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.